ഹായ് ഓൾ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന. ഇന്നലെ നടന്ന AFC ഏഷ്യൻ കപ്പ് യോഗ്യതാ മത്സരത്തിൽ ഇന്ത്യക്ക് തോൽവി ഏറ്റുവാങ്ങേണ്ടി വന്നിരുന്നു. 1-നെതിരെ 2 ഗോളുകൾക്കാണ് സിംഗപ്പൂർ ഇന്ത്യയെ പരാജയപ്പെടുത്തിയിട്ടുള്ളത്. ഇതോടുകൂടി യോഗ്യത ലഭിക്കാതെ ഇന്ത്യ പുറത്തായിട്ടുണ്ട് എന്നുള്ളതാണ്. എടുത്തു പറയേണ്ട കാര്യം, ഗ്രൂപ്പിൽ ഏറ്റവും കൂടുതൽ റാങ്കിങ് ഉള്ള ടീം ഇന്ത്യയാണ്. എന്നാൽ ഒരൊറ്റ മത്സരം പോലും ഇന്ത്യക്ക് വിജയിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇന്ത്യയുടെ ഫിഫ റാങ്കിങ് 127 അതേസമയം ഗ്രൂപ്പിൽ ഉണ്ടായിരുന്ന ഹോങ്കോങ്ങിൻ്റെ റാങ്കിങ് 156, സിംഗപ്പൂരിൻ്റെ റാങ്കിങ് 161, ബംഗ്ലാദേശിൻ്റെ റാങ്കിങ് 185. എന്നിട്ടും ഇന്ത്യക്ക് ഒരൊറ്റ മത്സരം പോലും വിജയിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. വളരെ ദയനീയമായ ഒരു അവസ്ഥയിലൂടെയാണ് ഇന്ത്യ ഇപ്പോൾ കടന്നുപോയി കൊണ്ടിരിക്കുന്നത്. അതേസമയം ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷന്റെ പ്രസിഡന്റായ കല്യാൺ ചൗബേക്ക് വലിയ രൂപത്തിലുള്ള വിമർശനങ്ങളാണ് ഇപ്പോൾ ലഭിക്കുന്നത്. ഇന്ത്യൻ ഫുട്ബോൾ വളരെ പരിതാപകരമായ ഒരു അവസ്ഥയിലൂടെയാണ് കടന്നുപോയി കൊണ്ടിരിക്കുന്നത്. ഇതിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് കല്യാൺ ചൗബെ ഈ ഒരു പ്രസിഡന്റ് പദവി രാജിവെക്കണം എന്നാണ് പല ഇന്ത്യൻ ഫുട്ബോൾ ആരാധകരും ആവശ്യപ്പെടുന്നത്. അതിൽ ചൂണ്ടിക്കാണിക്കുന്ന കാര്യങ്ങൾ പലതാണ്. അതായത് ISL ഇതുവരെ തുടങ്ങാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടില്ല, I ലീഗ് ഇതുവരെ തുടങ്ങിയിട്ടില്ല, അതുപോലെ തന്നെ വിമൻസ് ലീഗ് ഇതുവരെ തുടങ്ങിയിട്ടില്ല. മാത്രമല്ല AFCയുടെ Under-23 ഏഷ്യൻ കപ്പിന് യോഗ്യത നേടാൻ ഇന്ത്യൻ ടീമിന് കഴിഞ്ഞിട്ടില്ല. അതുപോലെ തന്നെ AFCയുടെ ഏഷ്യൻ കപ്പിന് യോഗ്യത നേടാൻ ഇന്ത്യക്ക് കഴിഞ്ഞിട്ടില്ല. ഫിഫ റാങ്കിങ്ങിൽ യാതൊരുവിധ ഇംപ്രൂവ്മെന്റും ഇന്ത്യക്ക് ലഭിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഇതിന്റെ എല്ലാം ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് പ്രസിഡന്റായ ചൗബെ ഉടൻ തന്നെ ഈ പണി നിർത്തി പോകണം എന്നാണ് പലരും X ഉൾപ്പെടെയുള്ള സാമൂഹിക മാധ്യമങ്ങളിൽ ഇപ്പോൾ ആവശ്യപ്പെടുന്നത്. വളരെ ദയനീയമായ ഒരു സ്ഥിതിയിലൂടെയാണ് ഇന്ത്യൻ ഫുട്ബോൾ കടന്നുപോയി കൊണ്ടിരിക്കുന്നത് എന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയങ്ങളുമില്ല. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.